ഹായ് ഓൾ, വെൽക്കം ബാക്ക്. യൂഷ്വലി നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മുമ്പ് CBSE എല്ലാ സബ്ജക്റ്റിലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഓൾമോസ്റ്റ് സെയിം പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ റീസെൻ്റ്ലി CBSE പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഓടിച്ചിട്ട് ആ സോഷ്യലിലെ പാറ്റേൺ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന പോലെ 80 മാർക്കിന് എക്സാം ഉണ്ടായിരിക്കുക. 5 സെഷൻ ഉണ്ടായിരിക്കും. ABCDEF 6 സെഷൻ ഉണ്ടായിരിക്കും ടോട്ടൽ. അതിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഫസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻ, അതായത് 1 to 20 എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. MC ക്വസ്റ്റ്യൻ ആയിരിക്കും, 1 മാർക്ക് ഈച്ച്. അതിൽ നിങ്ങൾക്ക് പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാം, അതുപോലെ ടേബിൾ ഫിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാം, മാത്സ് ഫോളോയിങ് വരാം, അസേർഷൻ റീസൺ വരാം. പല ക്വസ്റ്റ്യൻസും അതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് സെക്ഷൻ B 21-24 നിങ്ങൾക്കറിയാവുന്ന പോലെ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അതിന് 2 മാർക്സ് ആണ്. പിന്നെ വരുന്നത് 25 to 29 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, ക്യാരിങ് 3 മാർക്ക് ഈച്ച്. പിന്നെ വരുന്ന 30 to 33 ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി ഇറ്റ് ക്യാരീസ് 5 മാർക്ക് ഈച്ച്. അപ്പോൾ ഈ 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ എന്നുള്ളൊരു പ്രത്യേക വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കാം. പിന്നെ വരുന്നത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അത് 34 to 36. അതിൽ 3 കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓരോന്നിനും 4 മാർക്ക് ഈച്ചാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് അവിടെ 12 മാർക്ക് ആ ഒരു സെഷന് കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് സെക്ഷൻ F മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ പ്രാവശ്യം 5 മാർക്കാണ് ടോട്ടൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണ്? ഹിസ്റ്ററി 2 മാർക്സും, അതുപോലെ ഹിസ്റ്ററി 2 മാർക്സും, ജോഗ്രഫി 3 മാർക്സും. പിന്നെ പറഞ്ഞിട്ടുള്ളത് ചില ക്വസ്റ്റിന് മാത്രം അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത് അത് എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആ 1 മാർക്ക് ക്വസ്റ്റിനിലൊക്കെ ചിലപ്പോൾ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, ഗ്രാഫ് അനലൈസ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, ടേബിൾ ഉണ്ടാവാം, പിക്ചർ ഉണ്ടാവാം. ഈ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കാണാത്തവർ കണ്ടു നോക്കുക. പറഞ്ഞു വന്നത്, അപ്പോൾ ഈ പിക്ചറൊന്നും ഈ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ ലാസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മുടെ ഒരു പാറ്റേൺ നോക്കാനുള്ളത്. പല സ്കൂളുകളിലും ടേം 1 എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാം അത്ര സമയമില്ലാന്ന് ഓർക്കുക. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. താങ്ക്സ് ഫോർ വാച്ചിങ്.